എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിന്റെ തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നവംബർ 12 തീയതിയാണ്. കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നവംബർ 14 തീയതി വരെ സമയമുണ്ട്. അതിനുള്ളിൽ ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും തേർഡ് അലോട്ട്മെന്റിലും അലോട്ട്മെന്റ് കിട്ടിയ കാൻഡിഡേറ്റ്സ് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. ആപ്ലിക്കേഷനിൽ നിന്ന് പ്രിന്റ് എടുത്ത അലോട്ട്മെന്റ് മെമ്മോയും ഒറിജിനൽ ഡോക്യുമെന്റ്സും പിന്നെ ഫീസുമായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയ അതാത് കോളേജുകളിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. സോ എല്ലാവരും ലോഗിൻ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്റ്റർ ID, പാസ്വേഡ് ഒക്കെ യൂസ് ചെയ്ത് ലോഗിൻ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട്, ടോക്കൺ ഫീസ് അടച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ വീണ്ടും ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ ഈ തേർഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് ഒരു കോളേജിൽ അലോട്ട്മെന്റ് കിട്ടുന്നത്. അങ്ങനെയുള്ളവർ മാത്രം ഈ തേർഡ് അലോട്ട്മെന്റിൽ ടോക്കൺ ഫീസ് പേ ചെയ്യുക. നേരത്തെ അലോട്ട്മെന്റ്സിൽ അലോട്ട്മെന്റ് കിട്ടി അങ്ങനെ ടോക്കൺ ഫീസ് അടച്ചവരാണെങ്കിൽ വീണ്ടും നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. ആദ്യമായിട്ടാണ് അലോട്ട്മെന്റ് കിട്ടുന്നതെങ്കിൽ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, ടോക്കൺ ഫീസ് അടയ്ക്കുക. പിന്നെ കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നവംബർ 14 തീയതിയാണ്. സോ ആ തീയതിക്കുള്ളിൽ എല്ലാവരും തന്നെ അലോട്ട്മെന്റ് കിട്ടിയ എല്ലാവരും എന്ത് ചെയ്യണം, കോളേജുകളിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട കോഴ്സിന് ഇഷ്ടപ്പെട്ട കോളേജിൽ അലോട്ട്മെന്റ് കിട്ടിയോ ഇല്ലയോ എന്ന് പറയുക. പിന്നെ ഡോക്യുമെന്റ്സിന്റെ കാര്യം, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കോളേജ് ജോയിനിങ് ടൈമിൽ കൊണ്ടുപോകേണ്ടത്, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. LBSന്റെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിന്റെ പ്രോസ്പെക്ടസിൽ ഡോക്യുമെന്റ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന്. സോ എല്ലാവരും ആ ഡോക്യുമെന്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യുക, എടുത്ത് വയ്ക്കുക. ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വയ്ക്കുക. സോ ടോക്കൺ ഫീസ് അടയ്ക്കാത്തവർ ആണെങ്കിൽ എന്ത് ചെയ്യുക, ടോക്കൺ ഫീസ് പേ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ എത്രാം തീയതിയാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നവംബർ 12 തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. പിന്നെ കോളേജസ് അപ്രൂവ് ആയിട്ടുണ്ട്, അതായത് അപ്രൂവ് ചെയ്ത കോളേജസിന്റെ ലിസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പുതിയ കുറച്ച് കോളേജസ് എന്ത് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റിലോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് അലോട്ട്മെന്റിൽ എന്ത് ചെയ്യാൻ പറ്റും, അതായത് തേർഡ് അലോട്ട്മെന്റ് വരെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിന് മെയിൻ ആയിട്ട് തേർഡ് അലോട്ട്മെന്റ് വരെ ഉള്ളൂ. മെയിൻ 3 അലോട്ട്മെന്റ്സ് ആണ് ഉള്ളത്. അത് കഴിഞ്ഞ് സ്പെഷ്യൽ അലോട്ട്മെന്റ്സ് ആണ് ഉള്ളത്. അതായത് ഈ തേർഡ് അലോട്ട്മെന്റിന്റെ കോളേജ് ജോയിനിങ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം സീറ്റ് വേക്കൻസി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അടുത്ത സ്പെഷ്യൽ അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്യും. അതായത് ഫോർത്ത് അലോട്ട്മെന്റ് ആയിട്ട് സ്പെഷ്യൽ അലോട്ട്മെന്റ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. സോ ആ സീറ്റ് വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്യും. പ്ലസ് അതിന്റെ കൂടെ തന്നെ പുതിയതായിട്ട് അപ്രൂവ് ലഭിച്ച കോളേജസും ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് ആ ടൈമിൽ ചാൻസ് ഉണ്ടാവുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ കോളേജ് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ചിട്ടില്ല എങ്കിൽ ടോക്കൺ ഫീസ് അടച്ച് കോളേജുകളിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ അടുത്ത് വരാൻ പോകുന്ന അലോട്ട്മെന്റിൽ നിങ്ങൾ അങ്ങനെ ഓപ്ഷൻ വെച്ച് കൊടുത്ത്, അതായത് ഓപ്ഷൻ വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തേർഡ് അലോട്ട്മെന്റ് വരെ ഓപ്ഷൻസ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമ്മൾ വെച്ച് കൊടുക്കണമായിരുന്നു 3 അലോട്ട്മെന്റിന് വേണ്ടി. പക്ഷേ ഈ ഫോർത്ത് അലോട്ട്മെന്റ് മുതൽ എല്ലാം സ്പെഷ്യൽ അലോട്ട്മെന്റ്സ് ആണെന്ന് പറഞ്ഞു. ആ സ്പെഷ്യൽ അലോട്ട്മെന്റ്സുകളിലെല്ലാം തന്നെ നമ്മൾ ഒന്നേന്നാണ് കോളേജ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യേണ്ടത്. മീൻസ് പുതിയതായിട്ട് ഓപ്ഷൻസ് കൊടുക്കണം. സീറ്റ് വേക്കൻസിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് കോളേജ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. സോ അതൊക്കെ ആ ടൈമിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞ് വേക്കൻറ്റ് സീറ്റ്സ് ഉണ്ടെങ്കിൽ ആ സീറ്റുകളൊക്കെ ഫില്ല് ചെയ്യാനാണ് സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. LBSന്റെ പ്രോസ്പെക്ടസ് ചെക്ക് ചെയ്തിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കോളേജുകളിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ ആ ടൈമിൽ കൊണ്ടുപോകേണ്ടതെന്ന് നിങ്ങൾ എന്ത് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് എന്നതിനെ പറ്റിയാണ്. നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവർ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് സീറ്റ് വേക്കൻസി വരുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഒരു കാൻഡിഡേറ്റിന് കോളേജിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട്. ആ കാൻഡിഡേറ്റ് കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ആ സീറ്റ് വേക്കൻ്റ് ആയിരിക്കും. ആ വേക്കൻ്റ് സീറ്റ് അടുത്ത അലോട്ട്മെന്റിൽ പരിഗണിക്കും. ഇപ്പോൾ 3ാമത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞല്ലോ, അതിൻ്റെ കോളേജ് ജോയിനിങ് ഡേറ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ വേക്കൻ്റ് സീറ്റ് ഉണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെന്റിലോട്ട് ആ സീറ്റ് പോകുന്നതായിരിക്കും. 4ാമത്തെ സ്പെഷ്യൽ അലോട്ട്മെന്റ് നടത്തി അങ്ങനെയുള്ള സീറ്റ് ഫിൽ ആവും. അതിൽ നിന്ന് ഫിൽ ആയില്ലെങ്കിൽ അടുത്ത അലോട്ട്മെന്റ് നടക്കും. സോ അങ്ങനെ സീറ്റൊക്കെ ഫിൽ ആവുന്നത് വരെ അലോട്ട്മെന്റ്സ് നടക്കും. ഓരോ സ്പെഷ്യൽ അലോട്ട്മെന്റ്സിലും സീറ്റ് വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ ഒന്നേന്ന് പുതിയ കോളേജ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. സീറ്റ് വേക്കൻസി കാര്യങ്ങളൊക്കെ അലോട്ടഡ് ലിസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. അലോട്ടഡ് ലിസ്റ്റ് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. സോ ഏതൊക്കെ കാൻഡിഡേറ്റ്സ് ആണ് അലോട്ട്മെന്റ് കിട്ടിയിട്ട് കോളേജിൽ ജോയിൻ ആവാത്തത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അലോട്ടഡ് ലിസ്റ്റ് നോക്കുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. അതായത് തേർഡ് അലോട്ട്മെന്റിന്റെ കോളേജ് ജോയിനിങ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അലോട്ടഡ് ലിസ്റ്റ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടുന്ന കോഴ്സ് വേണ്ടുന്ന കോളേജ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓരോ കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് ചെക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഒരു ഓപ്ഷൻ കാണും, വെദർ അഡ്മിറ്റഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ആ ഓപ്ഷന് നേരെ ഗ്രീൻ കളർ ടിക്കോ അല്ലെങ്കിൽ റെഡ് കളർ ക്രോസ് മാർക്കോ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഓരോ കാൻഡിഡേറ്റിന് നേരെയും ഗ്രീൻ കളർ ടിക്ക് മാർക്കാണ് കാണിക്കുന്നതെങ്കിൽ ആ സീറ്റ് ഫിൽ ആണെന്നാണ് അർത്ഥം. അതല്ല ആ ഒരു കാൻഡിഡേറ്റിന് നേരെ റെഡ് കളർ ഇൻറ്റു മാർക്കാണ് കാണിക്കുന്നതെങ്കിൽ ആ ഒരു സീറ്റ് വേക്കൻ്റ് ആണ്. സോ അങ്ങനെയുള്ള സീറ്റ് വേക്കൻസി ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, ഈ 4ാമത്തെ സ്പെഷ്യൽ അലോട്ട്മെന്റിന് വേണ്ടി കോളേജ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. സോ ഇതെല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഡീറ്റെയിൽ ആയിട്ട് ആ ടൈമിൽ പറഞ്ഞു തരുന്നതായിരിക്കും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. തേർഡ് അലോട്ട്മെന്റോടെ അലോട്ട്മെന്റ്സ് കംപ്ലീറ്റ് ആയെന്ന് ആരും വിചാരിക്കരുത്. ഇനിയും അലോട്ട്മെന്റ്സ് ഉണ്ടായിരിക്കുന്നതാണ്. സോ ഇതുവരെ അലോട്ട്മെന്റ്സ് ഒന്നും കിട്ടാത്തവരാണെങ്കിൽ തേർഡ് അലോട്ട്മെന്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്കിപ്പോൾ കിട്ടിയ കോളേജ് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്കിപ്പോൾ കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യുക. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, കോളേജിൽ ജോയിൻ ചെയ്യുക. കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾ ഉദ്ദേശിച്ച കോളേജിൽ സീറ്റ് വേക്കൻസി ഉണ്ടോ എന്ന് നോക്കി ഓപ്ഷൻസ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ
കോളേജിൽ അല്ലെങ്കിൽ ആ ഒരു കോഴ്സിന് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അങ്ങോട്ട് മാറാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കോളേജിൽ ജോയിൻ ചെയ്യണം. പിന്നെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് കൊണ്ടുപോകേണ്ടത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് കൊണ്ടുപോകേണ്ടത്, കോപ്പിയല്ല. പിന്നെ എന്താണ്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ വിളിച്ച് ചോദിക്കുക വാക്സിനേഷൻ്റെ കാര്യങ്ങൾ. പിന്നെ എന്താണ്, എത്ര ഫീസാണ് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ നിങ്ങൾ കോളേജിൽ വിളിച്ച് അന്വേഷിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഫോർത്ത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ഒന്നേന്നാണ് കോളേജ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. അതായത് എന്താണ്, നേരത്തെ ഓപ്ഷൻസ് ഒന്നും കൺസിഡർ ചെയ്യത്തില്ല. ആ ഓപ്ഷൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവുന്നതായിരിക്കും. നിങ്ങൾ ഒന്നേന്ന് എന്ത് ചെയ്യുക, കോളേജ് ഓപ്ഷൻസ് കൊടുക്കേണ്ടതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും അത് ഓർത്ത് വെച്ചിരിക്കണം. ഒന്നേന്നാണ് ഓരോ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സിലും, ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന എല്ലാ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സിലും നിങ്ങൾ ഒന്നേന്ന് എന്ത് ചെയ്യണം, പുതിയതായിട്ടാണ് കോളേജ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. സോ എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ LBSനെയോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിലോ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സ് അല്ലെങ്കിൽ കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ചാൻസസ് ഉണ്ട്, ഇനിയും അലോട്ട്മെൻറ്റ്സ് ഉണ്ട് നമ്മുടെ മുമ്പിൽ. സോ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ച ഇഷ്ടപ്പെട്ട കോഴ്സ് തന്നെ പഠിക്കാനായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.